إن الحمد لله نحمده ونستعينه ونستغفر ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, നമ്മെയും ഈ മഹത്തായ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളും മാർഗരേഖകളും നമ്മുടെ ജീവിതത്തിലെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ ഘട്ടങ്ങളിൽ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അതർഹിക്കുന്ന ഗൗരവത്തിൽ തന്നെ വസിയ്യത്തും ചെയ്യുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല അവനേറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സ്വാലിഹീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ റബ്ബിൻ്റെ മഹനീയമായ ജന്നാത്തു നഈമിൽ അവൻ നമ്മെ നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ നാടിനെ നിർഭയത്വമുള്ള സമാധാനമുള്ള നാടാക്കി റബ്ബ് എന്നെന്നും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ.
ഹദീസ് ജിബ്രീൽ വളരെ ചെറിയൊരു ഭാഗം കഴിഞ്ഞ ഖുതുബയിലൂടെ നാം മനസ്സിലാക്കുകയുണ്ടായി. ആർക്കും പരിചയമില്ലാത്ത ഒരു വ്യക്തി പ്രവാചകനും സഹാബത്തും ഇരിക്കുന്ന ഒരു സദസ്സിലേക്ക് കടന്നു വരികയും വളരെ അടുപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് തോന്നിക്കുന്ന രൂപത്തിൽ പ്രവാചകന്റെ ചേർന്ന് വന്ന് ഇരുന്നു കൊണ്ട് പ്രവാചകനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതിലൊന്നാമതായി ആ വ്യക്തി ചോദിച്ച ചോദ്യം, അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ എന്നുള്ളതാണ്. നാം മനസ്സിലാക്കണം, ദീനിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എന്ന് പറയുന്നത് 3 മർത്തബകളിലാണ് എന്നുള്ളത് നമുക്ക് പഠിക്കാൻ സാധിക്കും. 3 ദർജകളിലായിട്ട് ഇസ്ലാമിനെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തേത് ഇസ്ലാമിന്റെ പ്രൈമറി സ്റ്റേജാണ്, തുടക്കക്കാർക്കുള്ളതാണത്. ഷഹാദത്ത് മനസ്സിലാക്കി അവൻ എന്ത് ചെയ്യാണ്? ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ആ ഇസ്ലാമിലേക്ക് അവൻ കടന്നു വന്നാൽ, ഇസ്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഷഹാദത്തിനെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള അഅ്മാലുകൾ എന്ത് ചെയ്യുന്നു? ആ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ചെയ്യുകയാണ്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഈ മനുഷ്യൻ ചോദിക്കുന്നത് എന്താണ് ഇസ്ലാം എന്നുള്ളതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അൽ ഇസ്ലാം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അല്ലാഹയല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരുമില്ല എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിന്റെ ദാസനും ദൂതനുമാണ് എന്നുള്ളത് നീ എന്ത് ചെയ്യണം? നിന്റെ ജീവിതം കൊണ്ട് തെളിയിച്ചു കാണിച്ചു കൊടുക്കണം. നിന്റെ പ്രവർത്തനങ്ങളിൽ, ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും ഈ ഒരു കാര്യം ഉണ്ടാകണം. അതുപോലെ തന്നെ ആ ഷഹാദത്തിനെ നിലനിർത്തുന്നതിന് വേണ്ടി നീ പതിവായിക്കൊണ്ട് ഒരു വഖത്ത് പോലും നമസ്കാരം മുടക്കാതെ ആ നമസ്കാരം നീ പതിവായി ചെയ്യണം. കഴിയുമെങ്കിൽ നീ സകാത്ത് കൊടുക്കണം. നിർബന്ധമായ റമളാൻ മാസത്തിലെ നോമ്പ് നോൽക്കണം. ശാരീരികമായും സാമ്പത്തികമായും കഴിവുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യുക? മക്കത്ത് പോയിട്ട് ഹജ്ജ് ചെയ്യുക. ഇതാണ് ഇസ്ലാമിന്റെ പ്രൈമറി സ്റ്റേജ്. ഇത് പഠിക്കാനുള്ള, അതിൽ ഇസ്ലാം തുടക്കക്കാർക്കുള്ളൊരു മർത്തബയാണിത്. അങ്ങനെ ആ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉത്തരം ശരിയാണെന്ന് തിരിച്ചു പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം, ഫഅഖ്ബിർനി അനിൽ ഈമാൻ, ഈമാനിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം. ഈമാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത് ബാഹ്യമായ കാര്യങ്ങളെക്കുറിച്ചാണ്, ഇസ്ലാമിന്റെ ബാഹ്യമായ കാര്യങ്ങൾ. ഇനി ആന്തരികമായ ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യാണ്? ദീനിന്റെ ഉള്ളിലേക്ക് ഈ മനുഷ്യൻ കടക്കുകയാണ്. പ്രൈമറി സ്റ്റേജ് കഴിഞ്ഞു. ഇനി സെക്കൻഡറി സ്റ്റേജിലേക്കാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ കടന്നു വരുന്നത്. എന്താണ് ഈമാൻ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് പറയുകയാണ്, ഖാല അൻ തുഅ്മിന ബില്ലാഹ്, നീ അല്ലാഹുവിൽ വിശ്വസിക്കലാണ്. കൃത്യമായ റബ്ബിലുള്ള ഈമാൻ അത് കറകളഞ്ഞതായിരിക്കണം. അല്ലാഹുവിൽ പൂർണ്ണമായും വിശ്വസിക്കാൻ നിന്റെ വിശ്വാസം കൊണ്ടും പ്രവർത്തനം കൊണ്ടും നിനക്ക് സാധിക്കണം. എന്നിട്ടോ വമലായികതിഹി, അല്ലാഹുവിലുള്ള വിശ്വാസത്തിന് പുറമെ അവന്റെ മലക്കുകളിലുള്ള അചഞ്ചലമായ വിശ്വാസമുണ്ടാകണം, ഈമാൻ ഉണ്ടാകണം. വകുതുബിഹി, അള്ളാന്റെ വേദഗ്രന്ഥങ്ങളിൽ യാതൊരു വിധത്തിലുമുള്ള കളങ്കവുമില്ലാതെ ആ വേദഗ്രന്ഥങ്ങൾ പൂർണ്ണമായി സ്വീകരിക്കാൻ നീ തയ്യാറാകണം, അതിലുള്ള ഈമാൻ ഉണ്ടാകണം. വറുസുലിഹി, അള്ളാന്റെ നബിമാർ, പ്രവാചകന്മാർ, ആ റസൂലുകളിലുള്ള ഈമാൻ നിനക്കുണ്ടായിരിക്കണം. വൽയൗമിൽ ആഖിർ, അന്ത്യദിനത്തിലുള്ള പരലോകത്തിലുള്ള ഈമാനും നിനക്കുണ്ടാകണം. ഈ 5 കാര്യങ്ങൾ പറഞ്ഞിട്ട് ആറാമതായി പറയുകയാണ്, വതുഅ്മിന, നീ വിശ്വസിച്ചേ പറ്റൂ, നിനക്ക് ഈമാൻ ഉണ്ടായേ പറ്റൂ, ഈ കാര്യം നീ അംഗീകരിച്ചേ പറ്റൂ. ബിൽ ഖദർ, ഖദർ കൊണ്ട്, വിധി കൊണ്ട്, ആ വിധിയുള്ള വിശ്വാസം ഉണ്ടാകണം. ഖൈരിഹി വശരിഹി, ഒരു കാര്യം, ഒരു വിധിയിൽ അതിന്റെ നന്മയിലും തിന്മയിലുമുള്ള കറകളഞ്ഞ ഈമാൻ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് എടുത്തു പറയുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിനെ ചർച്ച ചെയ്യുന്ന ഭാഗങ്ങളിലെല്ലാം എന്തുകൊണ്ടാണ് 5 കാര്യങ്ങൾ ഒരേ സ്വരത്തിൽ പറഞ്ഞിട്ട് ആറാമത്തെ കാര്യം പ്രവാചകൻ എടുത്തു പറയാനുണ്ടായ കാര്യം എന്താണെന്ന് ചർച്ച ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് അള്ളാഹുവിലുള്ള വിശ്വാസവും അവന്റെ മലക്കുകളിലും അവന്റെ വേദഗ്രന്ഥങ്ങളിലും അവന്റെ റസൂലുകളിലും അതുപോലെ തന്നെ അന്ത്യദിനത്തിലുമുള്ള വിശ്വാസം പൊതുവെ മുസ്ലിമീങ്ങളായ പല മനുഷ്യന്മാർക്കും ഉണ്ടായിരിക്കും. പക്ഷേ ആറാമതായി പറഞ്ഞു, ഈ 5 കാര്യങ്ങൾ വിശ്വസിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷേ ഖദറിലുള്ള വിശ്വാസം,
അത് എടുത്തു പറയുകയാണ്, തുഅ്മിന, നീ വിശ്വസിച്ചേ പറ്റൂ. നീ ഒരു മുസ്ലിം ആകണമെങ്കിൽ, ഈമാൻ ഉള്ളവനാകണമെന്നുണ്ടെങ്കിൽ, ഈമാൻ പരിപൂർണമാകണമെന്നുണ്ടെങ്കിൽ നീ ഖദറിൽ, വിധിയിൽ, അതിന്റെ നന്മയിലും തിന്മയിലും നീ വിശ്വസിക്കൽ നിർബന്ധമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയാനുണ്ടായ കാരണമെന്ന് പറയുന്നത്, ഖദറിനെ നിഷേധിക്കുന്നവരായ ആളുകൾ പിന്നീട് പിൽക്കാലങ്ങളിൽ എന്ത് ചെയ്യും? ഇസ്ലാമിലേക്ക് കടന്നു വരും എന്നുള്ളത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പ്രത്യേകം എടുത്തു പറയാനുണ്ടായ കാരണം. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഏതൊരു വിഷയമാണെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആല ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന്, പടയ്ക്കുന്നതിന് മുമ്പേ ഈ ദുനിയാവില്, ഈ പ്രപഞ്ചത്തില് പരമാണു മുതൽ പരകോട് വരെയുള്ള എന്തെല്ലാം ജീവജാലങ്ങളുണ്ടോ എല്ലാത്തിനെയും പടക്കുന്നതിന് മുമ്പ്, സൃഷ്ടിക്കുന്നതിന് മുമ്പേ എന്ത് ചെയ്തിട്ടുണ്ട്? അതിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അള്ളാഹ് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ജീവിതമാകട്ടെ, മരണമാകട്ടെ, വിജയമാകട്ടെ, പരാജയമാകട്ടെ, അവന്റെ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന എന്തും എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹ് മുന്നേ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്നുള്ള വിശ്വാസം, ആ ഖദറിലുള്ള വിശ്വാസം നമുക്കുണ്ടായേ പറ്റൂ. ഇത് ഒന്നോ രണ്ടോ ഖുത്ബ കൊണ്ട്, അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ ക്ലാസ്സുകൾ കൊണ്ടോ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാനോ പഠിച്ചെടുക്കാനോ പറ്റുന്ന വിഷയമല്ല ഖളാ ഖദർ എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരിക്കൽ നമുക്കതിന് വിശദമായി ചർച്ച ചെയ്യാം. നാം മനസ്സിലാക്കണം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഖദറിലുള്ള വിശ്വാസം അവന്റെ ജീവിതത്തിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം. അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്തുമായിക്കൊള്ളട്ടെ അത് റബ്ബിന്റെ നിയന്ത്രണത്തിലുള്ളതാണ് എന്ന് തിരിച്ചറിയാനും തവക്കുലും സബറും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമാകണം എന്നുള്ളതാണ്, ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഖദറിൽ അവിശ്വസിക്കുന്ന ഒരു വ്യക്തി, ബസറയിൽ നിന്നാണ് അതിന്റെ തുടക്കം. മഅബദുൽ ജുഹനി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആദ്യമായി ഖദറിനെ അവിശ്വസിക്കുന്നത്, ഖദറിനെ നിഷേധിക്കുന്നത്. ബസ്രയിൽ നിന്നാണ് അതിന്റെ തുടക്കം. ഈ ബസ്രയിൽ ഖദറിനെ നിഷേധിക്കുന്ന ചില ആളുകൾ ഉദയം ചെയ്തു വരുന്ന, തുടക്കക്കാരായി വരുന്ന ഒരു കാലഘട്ടത്തിൽ രണ്ടാളുകൾ ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് പോവുകയാണ്. ഒന്ന് യഹ്യാ ഇബ്നു യഅ്മർ എന്ന് പറയുന്ന വ്യക്തിയും ഹുമൈദ് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന വ്യക്തി, രണ്ടാളുകൾ മക്കയിലേക്ക് പോവാ. ഏത് സമയത്ത്? ബസ്രയിൽ ഖദറിനെ നിഷേധിക്കുന്ന ആളുകൾ തുടക്കം കുറിക്കുന്ന ആ കാലഘട്ടത്തിൽ. ഇവര് മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി പോകുമ്പോൾ ഇവരുടെ മനസ്സിലുള്ള ഒരു നെയ്യത്ത്, മറ്റൊരു നെയ്യത്ത് എന്ന് പറഞ്ഞാൽ, മക്കയിൽ വെച്ച് ഏതെങ്കിലും ഒരു പണ്ഡിതനെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഖദറിനെ കുറിച്ചൊന്ന് അവർക്ക് എന്ത് ചെയ്യണം? കൃത്യമായിട്ടൊന്ന് അറിയണമെന്നുള്ളൊരു താല്പര്യമുണ്ട്. അങ്ങനെ അവരവിടെ മക്കയിൽ നിൽക്കുന്ന സമയത്ത് ഇവരുടെ അടുക്കലേക്ക് അപ്രതീക്ഷിതമായിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോൾ ഇവർ വലിയ ആവേശത്തോടു കൂടി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ നാട്ടില് ഒരു വിഭാഗം ആളുകൾ ഉദയം ചെയ്തിട്ടുണ്ട്, തുടക്കം കുറിച്ചിട്ടുണ്ട്. ഈ ആളുകൾ നന്നായിട്ട് ഖുർആൻ ഓതി പാരായണം ചെയ്ത് അതിന്റെ അർത്ഥം പറയുന്നുണ്ട്, ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, പല ദർസുകളും കൈകാര്യം ചെയ്യുന്നുണ്ട്, വലിയ രൂപത്തിൽ ഈമാനിന്റെ, അതല്ലെങ്കിൽ മുസ്ലിമിന്റെ, ഇസ്ലാമിന്റെ, ദീനിന്റെ വക്താക്കളായിക്കൊണ്ട് ഇവരിങ്ങനെ നടക്കുന്നുണ്ട്. വലിയ പണ്ഡിതന്മാരാണ് എന്ന് പറഞ്ഞ് ഈ മനുഷ്യന്മാർ നടക്കുന്നുണ്ട്. പക്ഷെ ഇവർക്കൊരു വാദമുണ്ട്. എന്താണ് ഇവരുടെ വാദം? അന്നഹും യസ്ഉമൂൻ, ഈ ആളുകൾ വാദിക്കുകയാണ്, അല്ലാ ഖദറ, ഖദർ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല, വിധി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്നെന്ത് ചെയ്യാണ് ഈ ആളുകൾ വാദിക്കുകയാണ്. വ അന്നൽ അംറ ഉനുഫുൻ, എന്നാൽ ഇവർ വാദിക്കുന്നത് കാര്യങ്ങളെല്ലാം തന്നെ അപ്പോൾ സംഭവിക്കുന്നതാണ്, അത് മുൻകൂട്ടിയൊന്നും രേഖപ്പെടുത്തി വെക്കപ്പെട്ടതൊന്നുമല്ല. എന്തെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിലോ ദുനിയാവിലോ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ആ സമയത്ത് പൊട്ടിമുളയ്ക്കുന്നതാണ്. അതല്ലാതെ അള്ളാഹ് ഇതൊന്നും മുൻകൂട്ടി എന്ത് ചെയ്തിട്ടില്ല, രേഖപ്പെടുത്തി വച്ചിട്ടില്ല. ഇതൊക്കെ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്ന് എന്ത് ചെയ്യുന്നു ഈ ആളുകൾ വാദിക്കുന്നു. ഖദറില്ല എന്ന് ഇവരിങ്ങനെ പറഞ്ഞു നടക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ നാട്ടിൽ ഖദരിയാക്കൾ എന്ന് പറഞ്ഞ വിഭാഗമുണ്ട്. ഈ രൂപത്തിൽ ഖദറിനെ നിഷേധിക്കുന്നവരാണവർ. നമ്മളൊക്കെ ഈ പേര് കേൾക്കുമ്പോൾ പല ആളുകളും തെറ്റിദ്ധരിച്ചു പോകുമെന്ത്, ഖദറിനെ വാദിക്കുന്ന, ഖദർ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന, ഖദർ ഉണ്ട് എന്നുള്ള അഭിപ്രായം പറയുന്ന ആളുകളാണെന്നൊക്കെയുള്ള തെറ്റിദ്ധാരണ പല ആളുകൾക്കുമുണ്ട്. മനസ്സിലാക്കണം, നമ്മുടെ നാട്ടിലും എന്തുണ്ട്, ഈ രൂപത്തിൽ ഖദറിനെ നിഷേധിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. അവർക്ക് പ്രത്യേകമായ സംഘടനകളുണ്ട്, പ്രത്യേകമായ രീതികളുണ്ട്. ഇതൊക്കെ അത്തരത്തിലുള്ള അബദ്ധങ്ങളിൽ പോയി പെടാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഖദറിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ അവൻ ഈമാനിൽ നിന്ന്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ വരെ സാധ്യതയെത്തുന്ന ഒരു വിഷയത്തിലേക്ക് അതിനെ കൊണ്ടുപോയി എത്തിക്കുമെന്നുള്ളതാണ്. അങ്ങനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഈ കാര്യം പറയുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഫഇദാ ലഖീത ഉലൈക്, ഇങ്ങനെ ഖദറിനെ നിഷേധിക്കുന്ന ആരെയെങ്കിലും നീ
കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഫഅഖ്ബിറുഹും, നീ അവരോട് പറഞ്ഞു കൊടുക്കണം എന്താണ്, ഇന്നി ബരീഉം മിൻഹും വഅന്നഹും ബുറാഉം മിന്നി, ഞാൻ അവരിൽ നിന്ന് വിദൂരത്തിലാണ്, അവർ എന്നിൽ നിന്നും വിദൂരത്തിലാണ്. അതായത് ദീനുമായിട്ട് ബന്ധമില്ലാത്ത അവസ്ഥയിലേക്കാണ് ഈ മനുഷ്യന്മാർ പോകുന്നത്. ഇസ്ലാമിന്റെ അധ്യാപനങ്ങളുമായി ഇവർക്കൊരു ബന്ധവുമില്ല എന്നെന്ത് ചെയ്യണം, നീ അവരോട് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് പറയുകയാണ് വല്ലദീ യഹ്ലിഫു ബിഹി അബ്ദുല്ലാഹി ഇബ്നു ഉമർ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യാണ്, സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ് എന്തെന്ന്, ലൗ അന്ന ലി അഹദിഹിം മിസ്ല ഉഹദിൻ ദഹബ, ഈ ഖദറിനെ നിഷേധിക്കുന്നവരായ ആളുകളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഉഹദ് പർവ്വതത്തിന്റെ, ഉഹദ് മലയുടെ അത്രയും എന്ത് ചെയ്യാണ്, ഒരു സ്വർണത്തിന്റെ താഴ്വര ഉണ്ടാവുകയാണ്, ഒരു സ്വർണത്തിന്റെ ഒരു മലയുണ്ടാവുകയാണ്, ഉഹദ് പർവ്വതത്തിന്റെ അത്രയും. ഫഅൻഫഖഹു, എന്നിട്ട് ആ ഉഹദ് മലയുടെ അത്രമുള്ള സ്വർണത്തിന്റെ മല അവനെന്ത് ചെയ്യുന്നു, ആ സമ്പാദ്യം മുഴുവനും അള്ളാന്റെ മാർഗത്തിൽ ഇങ്ങനെ ചെലവഴിക്കുകയാണ്, ദീനിനു വേണ്ടി ഇങ്ങനെ ചെലവഴിക്കുന്നു, പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു, ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ദീനിന്റെ മാർഗത്തിലൊക്കെയായിട്ട് ഈ സമ്പത്ത് ഇങ്ങനെ ചെലവഴിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി മാ ഖബിലല്ലാഹു മിൻഹു ഹത്താ യുഅ്മിന ബിൽ ഖദർ, നിങ്ങൾ മനസ്സിലാക്കണം, അത്രത്തോളം സമ്പത്ത് ഉണ്ടായിട്ടും അള്ളാന്റെ മാർഗത്തിൽ ഒരു മനുഷ്യൻ എത്ര തന്നെ ചെലവഴിച്ചു എന്ന് പറഞ്ഞാലും ഖദറിൽ വിശ്വസിക്കാത്തിടത്തോളം കാലം എത്ര അവൻ സദഖ ചെയ്തു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അവന്റെ സദഖ അല്ലാഹു സ്വീകരിക്കില്ല എന്നുള്ളതാണ് ഗൗരവമുള്ള വിഷയമാണ്. അവൻ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. എത്ര ഖുർആൻ ഓതി എന്ന് പറഞ്ഞിട്ടോ, എത്ര നമസ്കരിക്കുന്നവനാണെന്ന് പറഞ്ഞിട്ടോ, ദീനിന്റെ പടുകുഴിയിൽ ജീവിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞാലും, എന്തെല്ലാം അവകാശവാദങ്ങൾ കടന്നു വന്നാലും, എത്ര വലിയ വേഷവിധാനങ്ങൾ അവൻ സ്വീകരിച്ചാലും, ഖദറിനെ നിഷേധിക്കുന്നവനാണോ അവനിക്ക് പിന്നെന്തില്ല, അവന്റെ അടുക്കൽ നിന്ന് ഒരു അമലുകളെയും ഒരു പ്രവർത്തനങ്ങളെയും ഒരു ഇബാദത്തുകളെയും അല്ലാഹു സ്വീകരിക്കില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ ഹദീസിനെ അവിടെ കോട്ട് ചെയ്ത് പറയുകയാണ്, വതുഅ്മിന, അവൻ വിശ്വസിക്കൽ നിർബന്ധമാണ്, അവൻ അനുസരിക്കൽ നിർബന്ധമാണ്, ബിൽ ഖദർ, വിധിയിലുള്ള വിശ്വാസം, അതിന്റെ നന്മയിലും തിന്മയിലും അവൻ അനുസരിക്കലും വിശ്വസിക്കലും അതനുസരിച്ചുകൊണ്ട് അവന്റെ ജീവിതത്തെ തിട്ടപ്പെടുത്തലും അവൻക്ക് നിർബന്ധമാണ് എന്ന് ഈ ഹദീസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ തെളിവ് പറയുകയാണ്. ഈ കാര്യം പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വന്ന വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തപ്പോ ആ വന്ന വ്യക്തി പറഞ്ഞു, സദഖ്ത, താങ്കൾ പറഞ്ഞത് ശരിയാണ്. നമ്മൾ മനസ്സിലാക്കണം, സെക്കൻഡറി സ്റ്റേജ് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കി ഷഹാദ ചൊല്ലി ഇസ്ലാമിലെ മുസ്ലിം ആയിക്കൊണ്ട് നമ്മൾ ജീവിക്കുകയാണ്. ആ ഷഹാദയെ നിലനിർത്താൻ വേണ്ടിയുള്ളതാണ് അഅമാലുകൾ, പ്രവർത്തനങ്ങൾ, ഇബാദത്തുകൾ എന്ന് പറയുന്നത്. നമ്മൾ നമസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, സകാത്ത് കൊടുക്കുന്നുണ്ട്, ഹജ്ജിനും ഉംറയ്ക്കും കഴിവുണ്ടെങ്കിൽ നമ്മൾ പോകാൻ തയ്യാറാണ്. മറ്റുള്ള അഅമാലുകളും ഇബാദത്തുകളിലുമായി നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതെല്ലാം ഇസ്ലാമിന്റെ തുടക്കക്കാർക്കുള്ളതാണ്. നമ്മൾ ഈമാൻ ഉള്ളവരാകണം എന്നുണ്ടെങ്കിൽ മുസ്ലിമായാൽ പോരാ, മുഅ്മിനാകണം. നമ്മൾ മുഅ്മിനാകണമെന്നുണ്ടെങ്കിൽ ഈ 6 കാര്യങ്ങളിലുള്ള വിശ്വാസം, മറകൂടാതെയുള്ള കറകളഞ്ഞ വിശ്വാസം, യാതൊരു വിധത്തിലുമുള്ള കളങ്കവുമില്ലാതെ ഈ 6 കാര്യങ്ങളിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. അത് ആ വിശ്വാസം പൂർത്തിയായെങ്കിൽ മാത്രമാണ് സെക്കൻഡറി സ്റ്റേജും നമുക്ക് പൂർത്തിയാവുകയുള്ളൂ, ഒരു യഥാർത്ഥമായ മുഅ്മിനാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ പ്രൈമറി സ്റ്റേജിലൂടെ സെക്കൻഡറി സ്റ്റേജിലേക്ക് എത്തി. അത് കഴിഞ്ഞ് അവൻ എത്തേണ്ടുന്ന ഇസ്ലാമിന്റെ ദീനിന്റെ ഫൈനൽ സ്റ്റേജ് ഉണ്ട്. അതാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. ആ ഇഹ്സാൻ എന്താണെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ പഠിക്കാനും മനസ്സിലാക്കാനും യഥാവിധി ഈമാൻ പൂർത്തീകരിക്കുന്ന രൂപത്തിൽ അഅമാലുകൾ ചെയ്തുകൊണ്ട് ജീവിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الأحد والفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവനേറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സ്വാലിഹീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ,
നമ്മളെല്ലാവരും നമ്മുടെ വോട്ടവകാശം രേഖപ്പെടുത്തി. നാളെയാണ് അതിൻ്റെ റിസൾട്ട് വരുന്നത്. പൊതുവായി നമ്മളും സ്ഥാനാർത്ഥികളായി പങ്കെടുത്തവരും ഇനി വിജയത്തിലേക്ക് എത്തുന്ന ഭാരവാഹികളും ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനമായ ചില വിഷയങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജനാധിപത്യവും ഭരണവും എന്ന് പറയുന്നത് ഒരു കളിച്ചിരി തമാശയായിട്ട് നമുക്കെടുക്കാൻ സാധിക്കില്ല. കൃത്യമായ ഭാരം വഹിക്കുന്ന ജനങ്ങളുടെ ഉത്തരവാദിത്തം, ഒരു സമൂഹത്തിൻ്റെ, സമുദായത്തിൻ്റെ, ഒരു നാടിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും നാളെ വിജയിച്ച് കടന്നു വരുന്നത്. വിജയിച്ചു വരുമ്പോൾ അയാളുടെ ഉത്തരവാദിത്തങ്ങൾ, അധികാരങ്ങൾ ഭംഗിയായി വിനിയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായി കണക്ക് പറയേണ്ടി വരുമെന്നുള്ളതാണ്. നമ്മുടെ ജീവിതവുമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർ നാളെ അധികാരത്തിലെത്തുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഓരോ അധികാര സ്ഥാനങ്ങൾ വഹിക്കുന്നവരാണ്. കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി. നമുക്കെല്ലാവർക്കും ഓരോ മേൽനോട്ടങ്ങളുണ്ട്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വീടിൻ്റെ കാര്യത്തിൽ, അവൻ്റെ ഭാര്യയുടെ വിഷയത്തിൽ, മക്കളുടെ കാര്യത്തിൽ, കുടുംബത്തിൻ്റെ കാര്യത്തിൽ, അവൻ ഇടപഴകുന്ന മേഖലകളിൽ, ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, അവൻ വിനിയോഗിക്കുന്ന സാമ്പത്തിക വിനിമയങ്ങളിലെല്ലാം തന്നെ പലയിടങ്ങളിലായി പല രൂപത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി പൂർത്തീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അള്ളാന്റെ അടുക്കൽ അതിന് മറുപടി പറയേണ്ടി വരും എന്നുള്ളൊരു ചിന്തയും നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. നമുക്കറിയാം, റിസൾട്ട് പ്രഖ്യാപിച്ച് വിജയത്തിലേക്ക് എത്തുന്ന ഒരു വ്യക്തി, ആ വ്യക്തി നാളെ വിജയാഹ്ലാദ പ്രകടനങ്ങൾ നടത്തുമ്പോൾ നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഒരു മുസ്ലിം എന്നുള്ള രൂപത്തിൽ അതിര് വിട്ടിട്ടുള്ള ആഹ്ലാദ പ്രകടനങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പങ്കാളികളാകാൻ പാടില്ല. നമുക്കൊരു ആവേശമാണ്, നാം സ്വീകരിക്കുന്ന അല്ലെങ്കിൽ നാം ഇഷ്ടപ്പെടുന്ന ഒരു പാർട്ടി വിജയത്തിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകളൊക്കെ അതിൻ്റെ ആഹ്ലാദ പ്രകടനങ്ങളിൽ പങ്കാളികളായി നടക്കുമ്പോൾ അതൊക്കെ ഒരു ആവേശം തന്നെയാണ്. ആ ആവേശം നമുക്കുണ്ടാകണം. പക്ഷേ ഇസ്ലാമിൻ്റെ അതിർവരമ്പുകൾ അപ്പുറത്തേക്ക് ലംഘിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, അത്തരത്തിലുള്ള ആഘോഷ പ്രകടനങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കടന്ന് ആഹ്ലാദ പ്രകടനങ്ങൾ നടത്താൻ പാടില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു നമുക്കെല്ലാവർക്കും ഉണ്ടാവണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കറിയാൻ സാധിക്കും, ഈ ഇത്തരത്തിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളിൽ സമ്പത്ത് വളരെയധികം ആവശ്യമില്ലാത്ത രൂപത്തിൽ അമിതമായി ചെലവഴിച്ചുകൊണ്ട് ദുർവ്യയം ചെയ്തുകൊണ്ടാണ് ആഘോഷ പ്രകടനങ്ങൾ നടത്തുന്നത്. പടക്കം പൊട്ടിക്കുന്നത്, പല ആളുകൾക്കും ആവശ്യമില്ലാത്ത സാമ്പത്തികം വളരെയധികം ദുർവ്യയം ചെയ്തുകൊണ്ട് പടക്കം പൊട്ടിച്ച് മറ്റുള്ള അലങ്കാര തോരണങ്ങളിലൂടെയൊക്കെ ഈ സമ്പത്ത് ദുർവ്യയം ചെയ്യുമ്പോൾ ആ നാട്ടില് പട്ടിണി കിടക്കുന്ന, പ്രാരാബ്ധത്തിൽ കഴിയുന്ന, ചികിത്സയ്ക്ക് പൈസ ഇല്ലാത്ത, ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കാൻ ഗതിയില്ലാത്ത സാധുക്കളായ ആളുകൾ നമ്മുടെ വാർഡിലും പരിസരങ്ങളിലും ഒക്കെയുണ്ട്. ഇവരെയൊക്കെ മറന്നുകൊണ്ട് ഈ ആഘോഷങ്ങളിൽ, ആഹ്ലാദങ്ങളിൽ മതിമറന്ന് ഇവര് കൊണ്ടാടുമ്പോൾ കൃത്യമായി റബ്ബിന്റെ അടുക്കൽ ഇതിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ റബ്ബിനെ മറന്നുകൊണ്ട്, അതല്ലെങ്കിൽ ഇസ്ലാമിനെ മറന്നുകൊണ്ട്, ജനങ്ങളുടെ പ്രയാസങ്ങൾ മറന്നുകൊണ്ട് ഈ രൂപത്തിലുള്ള ആഘോഷങ്ങൾ നടത്തുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ അതിൽ പങ്കാളികളാകാൻ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകമായി ആ കാര്യം. അതുപോലെ തന്നെ ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കല് എന്ന് പറയുന്നത് ഈമാനിന്റെ ഒരു ഭാഗത്തിൽപ്പെട്ടതാണ്. നാളെ നടക്കാൻ പോകുന്ന കോലാഹലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം. എത്ര ജനങ്ങൾക്കായിരിക്കും അത് പ്രയാസമുണ്ടാക്കുക. കലാശക്കൊട്ടിന്റെ അന്ന് പല ആളുകളും, ഈ ഉള്ളവനടക്കം ബ്ലോക്കിൽ പെട്ട് കിടന്ന ആളുകളാണ്. വലിയ പ്രയാസങ്ങൾ നമുക്കുണ്ടായി. അപ്പൊ ഇതുപോലെ പല സാധുക്കളായ ആളുകളും പല ആവശ്യങ്ങളുമായി പോകുന്ന ആളുകൾക്ക് ഉപദ്രവകരമാകുന്ന രൂപത്തിൽ വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, ആഘോഷ പ്രകടനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒരു മുസ്ലിം എന്നുള്ള രൂപത്തിൽ നമ്മുടെ പങ്കാളിത്തം അതിൽ ഉണ്ടാകാതിരിക്കാൻ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. നമ്മുടെ സ്ത്രീകളോട് പ്രത്യേകം പറയണം, നമ്മുടെ ഭാര്യമാരോട്, ഉമ്മമാരോട്, പെൺമക്കളോട്, ആഘോഷ പ്രകടനങ്ങൾ പോവുകയാണെങ്കിൽ ആ വഴിയിൽ അങ്ങോട്ട് പൊക്കോട്ടെ. റോഡിന്റെ അടുത്ത് പോയി നിന്ന് അവരെ നോക്കി നിൽക്കുന്ന, അത് കണ്ടു നിൽക്കുന്ന
ഔറത്ത് മറയ്ക്കാതെ ചുറ്റുഭാഗങ്ങളിലായി ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു പ്രവണത ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബത്തോട് ആ കാര്യം പ്രത്യേകം ഉണർത്തി കൊടുക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ഒരു നേരത്തെ ആഹാരത്തിന് ഗതിയില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളും ഉണ്ടായിരിക്കാം. നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള സാധുക്കളെ കണ്ടെത്തിക്കൊണ്ട് നമുക്കറിയാം 100 രൂപ കൊടുത്താൽ 2 കിലോ അരി കിട്ടും. ആ അരി വാങ്ങി നമുക്ക് എന്ത് ചെയ്യാം? ഒരു കുടുംബത്തിന് പട്ടിണി മാറ്റാൻ പറ്റും. ഈ പൊട്ടിച്ചു കളയുന്ന കാശുകൾ കൊണ്ട് 1000 രൂപയുടെ ഒരു കിറ്റ് വീതം എത്ര കുടുംബങ്ങൾക്ക് സഹായമായിട്ട് കൊടുക്കാൻ സാധിക്കും? ആശുപത്രിയിൽ പോകാൻ ഗതിയില്ലാതെ സമ്പത്തില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടൊന്ന് വണ്ടി വിളിച്ചു പോകാൻ കഴിയാത്ത കിടപ്പുരോഗികളായ ആളുകൾ, ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ സാധിക്കാത്ത ആളുകൾ നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുണ്ട്. പല രൂപത്തിലുള്ള വാർത്തകളിലൂടെ നമ്മളത് കാണുകയും കേൾക്കുകയുമുണ്ട്. പക്ഷെ നമ്മുടെ തൊട്ടടുത്തുള്ളവൻ്റെ പ്രയാസം പോലും അറിയാതെ നമ്മൾ എന്ത് ചെയ്യാണ്? എന്തിനോ വേണ്ടി നമ്മളിങ്ങനെ പൊട്ടിച്ച് കളയണം. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഏത് പാർട്ടി ജയിച്ചോട്ടെ, ഏത് പാർട്ടി തോറ്റോട്ടെ, ജനങ്ങൾക്കിടയിൽ ശത്രുത വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ പാർട്ടിക്ക് വേണ്ടി നമ്മൾ മാത്രം ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി വോട്ട് ചെയ്തവർക്ക് വേണ്ടി മാത്രം നമ്മൾ സേവനങ്ങൾ ചെയ്യുന്നു, ഇങ്ങനെയുള്ള മനോഭാവങ്ങളൊന്നും ഒരു ഭരണാധികാരിക്കോ അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആളുകൾക്കോ ഒരു മുസ്ലിമിനോ ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെയുള്ള പൊതുബോധം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ പ്രവർത്തനങ്ങളിൽ അത് കൊണ്ടുവരികയും നമ്മൾ ചെയ്യണം. റബ്ബ് സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ മനസ്സിലാക്കി യഥാവിധ ചിട്ടയോടുകൂടി സൂക്ഷ്മതയോടുകൂടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ, യഥാർത്ഥമായ മുസ്ലിമായി, മുഅ്മിനായി, മുഹ്സിനായി, മുവഹിദായി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽക്കാർ, ആദർശ സുഹൃത്തുക്കൾ, നാട്ടുകാർ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗം നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളെ കണ്ണിന് കുളിർമയുള്ള, മനസ്സിന് സന്തോഷം തരുന്ന, ഇഹത്തിലും പരത്തിലും ഉപകാരപ്രദമായ സ്വാലിഹായ മക്കളാക്കി വളർത്തിയെടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പല രൂപത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ അസുഖങ്ങൾ പൂർണ്ണമായി ശമിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. പൂർണ്ണമായ ആരോഗ്യവും സന്തോഷവും സമാധാനവും അവർക്കും നമുക്കും റബ്ബ് നൽകുമാറാകട്ടെ. വലിയ സാമ്പത്തിക ചെലവ് വരുന്ന അസുഖങ്ങളിൽ നിന്ന്, ആശുപത്രി കിടക്കുകളിൽ കഴിയേണ്ടി വരുന്ന അസുഖങ്ങളിൽ നിന്ന്, പ്രയാസകരമായ അസുഖങ്ങളിൽ നിന്ന്, വേദനയുള്ള അസുഖങ്ങളിൽ നിന്ന്, മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാം അനുഭവിക്കുന്ന ശാരീരികമായ, മാനസികമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, സാമ്പത്തിക വിഷമങ്ങളിൽ നിന്ന്, കടബാധ്യതകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, ടെൻഷനുകളിൽ നിന്ന്, ജോലിയിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് എല്ലാം അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. പൂർണ്ണമായ സന്തോഷവും സമാധാനവും നിർഭയത്വം അല്ലാഹു നമുക്കും നമ്മുടെ കുടുംബത്തിലും വർഷിപ്പിക്കുമാറാകട്ടെ. ഏതെങ്കിലും രൂപത്തിലുള്ള വിഷമങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അല്ലാഹു എത്രയും വേഗം നമുക്ക് നീക്കിത്തരുമാറാകട്ടെ. നമ്മുടെ മക്കളുടെ എക്സാമുകൾ നടക്കുന്ന സമയമാണ്. നന്നായി പഠിക്കുവാനും എക്സാമുകളിൽ ഉന്നതമായ മാർക്ക് വാങ്ങുവാനും തുടർന്ന് അവരുടെ ജീവിതത്തിൽ ഉപകാരപ്രദമാകുന്ന രൂപത്തിലേക്ക് അവരുടെ ഇൽമുകളെ, അറിവുകളെ, വിദ്യാഭ്യാസത്തെ എത്തിക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി പ്രയാസം അനുഭവിക്കുന്നവർ റബ്ബ് സുബ്ഹാനഹു വ തആല എത്രയും വേഗം അവർക്ക് ആശ്വാസവും സമാധാനവും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക സമീഉൻ ഖരീബുൻ മുജീബു ദഅവാതി വയാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, اللهم أجرنا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.